നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് കൊണ്ടുള്ളതാണ്. ബീഫ് കൊണ്ട് ഒരു കിടിലൻ തിക്ക് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 1/2 കിലോ ബീഫ് 3-4 തവണ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് രണ്ടും നന്നായി കഷ്ണത്തിലൊക്കെ പിടിക്കുന്ന മാതിരി കൈകൊണ്ട് കുഴച്ച് 1/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബീഫിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിൽ വേണം വേവിച്ചെടുക്കാൻ. 6-7 വിസിലടിച്ച് വേണം വേവിച്ചെടുക്കാൻ. പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡിനനുസരിച്ച് ഈ വിസിലിൻ്റെയും ടൈമിൻ്റെയും വ്യത്യസ്തത ഉണ്ടാവും. ഇറച്ചിയിൽ നിന്ന് വെള്ളം വരും, എന്നാലും ഇത് തിക്ക് കറി ആയതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അത് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ മൂത്തതിന് ശേഷം വളരെ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള, ഇവിടെ ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് മൂപ്പിച്ചെടുക്കുന്നത്. നന്നായി നിറം മാറുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. നിറം മാറി തുടങ്ങുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഇനി നിറം മാറി വരുന്ന സമയത്ത് കരിവേപ്പില കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമായ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മുളക് പൊടി. ഇനി കറിയുടെ നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടി 1 സ്പൂൺ, നല്ല ഫ്ലേവറിന് വേണ്ടി ഗരം മസാല പൊടി 1 സ്പൂൺ കൂടെ ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പ്രഷർ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ടാവും. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താവുന്നതാണ്. കൂടാതെ ചാനലിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്തുള്ള ബെൽ ഐക്കണും അതിൽ ഓൾ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ്. മസാലയുടെ ഉപ്പും എരിവും ഫ്ലേവറും എല്ലാം നന്നായി ബീഫ് കഷ്ണത്തിൽ പിടിക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് തിക്ക് കറിയാണ്. കുറച്ച് ഗ്രേവി വേണം. അതിന് നല്ല തിളപ്പിച്ച വെള്ളം, ഇവിടെ 1 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായി ബീഫിൽ പിടിച്ചിട്ടുണ്ട്. നല്ല മസാല കോട്ടിംഗ് ഉള്ള ബീഫാണത്. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവല്ലോ, അപ്പോൾ നല്ല തിക്കായിട്ട് ഇവിടെ ഗ്രേവി ഉണ്ടാവും. ഇവിടെ നല്ല കോട്ടിംഗ് ആയിട്ടുള്ള ബീഫാണ് ഇവിടെ ഉള്ളത്. ഇത് ചോറ്, ചപ്പാത്തി, പൂരി, പൊറോട്ട ഇങ്ങനെ ഏതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് തിക്ക് കറി റെഡിയായി. ഇനി ബീഫ് റോസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടെ നന്നായി വഴറ്റാം. അതിലേക്ക് 1 പിടി കരിവേപ്പിൻ്റെ ഇല, എരിവിനാവശ്യമായ പച്ചമുളക് 4 കീറിയത്. ഇനി അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ നല്ല വെളിച്ചെണ്ണ അതുകൂടി ഒഴിച്ചാൽ നമുക്ക് ബീഫ് റോസ്റ്റും റെഡിയാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ബീഫ് കറിയായിട്ടോ
മസാല കോട്ടഡ് ബീഫ് തിക്ക് കറിയായിട്ടോ ബീഫ് റോസ്റ്റായിട്ടോ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.